വിജയ് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴേ ഈ സുംബ ഡാൻസിൻ്റെ വിഷയമാണല്ലോ പറഞ്ഞത്. നമ്മൾ അതിൽ പറഞ്ഞപ്പോൾ ഈ ഇസ്ലാമിക മത പണ്ഡിതന്മാരും പ്രഭാഷകരും ഒക്കെ സംഘടനകളും ഒക്കെ ആയിട്ടുള്ളവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വിഷയത്തിൽ സ്ത്രീ സംഘടനകൾ കൂടി ആ സ്ത്രീപക്ഷവാദികൾ കൂടി ഒരു വെള്ളം ചേർത്ത നിലപാടിലേക്കാണല്ലോ കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്നത്. ഒരു കാര്യവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. എന്താണ് അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇല്ല, ഇതിൽ ഈ ചില സ്ത്രീ സംഘടനകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർ പറയുന്നത് അവർ ചർച്ചകൾ, അതായത് ഈ മത സംഘടനകൾക്കെതിരെ അവർ സംസാരിക്കുന്നുണ്ട്. അതായത് ആണും പെണ്ണും ഇടകലർന്ന് നൃത്തമാടുന്നത്, ഇറുകിയ വസ്ത്രങ്ങളും ധരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പുറകോട്ടടിക്കുന്ന പ്രസ്താവനകളാണ് എന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്ന മറ്റൊരു കാര്യം, ഇതിന് ചർച്ചകൾ വയ്ക്കണമായിരുന്നു, അതിനുശേഷമേ സ്കൂളിൽ ഇതൊക്കെ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവരോട് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ചർച്ചകളാകാം, പക്ഷെ അത് ആരോട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ വിദഗ്ധന്മാരോട്, ഡോക്ടർമാരോട്, സൈക്കോളജിസ്റ്റുകളോട്, അധ്യാപകരോട്, ഇവരോടാണ് ചർച്ച നടത്തേണ്ടത്. അപ്പോൾ സംസ്ഥാന സർക്കാർ അതിൻ്റെ അധികാരികൾ ഇത്തരം പദ്ധതി തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് അധികാരികളുമായിട്ട് സംസാരിച്ചിട്ടായിരിക്കും ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അവർ ഇവിടെ ഇത് ഇന്ന് മുതൽ എല്ലാവരും സൂംബ നൃത്തമാടട്ടെ എന്ന് പറയാനായിട്ട് ഇവിടെ എലിസബത്ത് രാജ്ഞി എന്നല്ലോ ഭരിക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം. അധ്യാപകർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം, സർട്ടിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ എങ്ങനെ കണ്ടെത്താം, ഇതുകൊണ്ട് എന്തൊക്കെ തരത്തിലുള്ള പോസിറ്റീവ് മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്, അതിൻ്റെ ഷോർട്ട് ടേം ഗോൾസ്, ലോങ് ടേം ഗോൾസ്, ഇതെല്ലാം ചർച്ച ചെയ്ത് പരിശോധിച്ചതിന് ശേഷം കൃത്യമായ ധാരണ ഉണ്ടായതിന് ശേഷമാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ കൂടുതൽ ചർച്ചകൾ വേണമെങ്കിൽ ഓക്കെ, അത് നടത്താം. പക്ഷേ അത് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഈ ഇത് നടത്താനായിട്ട് നമ്മൾ അത്തരത്തിൽ നേരത്തെ പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറിയുമായിട്ട് മാത്രമാണ് ചർച്ചകൾ നടത്തേണ്ടത്. അല്ലാതെ മണ്ടത്തരം പോലുന്ന ഈ കൂട്ടത്തോടല്ല നമുക്ക് ചർച്ച നടത്താൻ പാടുള്ളത് സർക്കാർ. അപ്പോൾ ഇത്തരം സംഘടനകളുമായിട്ട് അല്ല ചർച്ച നടത്തേണ്ടത്. ചർച്ച നടന്നില്ല എന്നൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ഇവർ പറയുന്ന ഒരു മെയിനായിട്ടുള്ള കാര്യം, ഈ സംഘടനകൾ, സ്ത്രീ സംഘടനകൾ പറയുന്ന ചില മതവിഭാഗങ്ങൾക്ക് സംഗീതം പറ്റില്ല, അത് അങ്ങനെയൊക്കെ ഉണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ സംഗീതത്തിനോടുള്ള അലർജി എന്ന് പറയുന്നത് മനുഷ്യർക്കുണ്ടാകേണ്ട ഒരു കാര്യമല്ല. അതൊരു കാര്യം മനസ്സിലാക്കണം. സംഗീതം, നൃത്തം, വ്യായാമം എന്നീ കാര്യങ്ങളൊക്കെ ഏതൊരു സർക്കാരും സ്വീകരിച്ചിട്ടുള്ളതാണ്. വലത് ഇടത് സർക്കാരുകളെല്ലാം സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. അത് സ്വീകരിച്ചിട്ടില്ലാത്ത സർക്കാരുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, താലിബാൻ എന്ന് പറയും. അപ്പം നമ്മുടെ ജനാധിപത്യ സുന്ദരമായിട്ടുള്ള ഒരു സമൂഹമാണ്. ഇവിടെ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതുണ്ട്. ആ റൂൾ ഓഫ് ലോ എന്ന് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, നമ്മുടെ പരമമായിട്ടുള്ള ഭരണഘടനയാണ്, അതാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ ഭരണഘടന ഒരിക്കലും നൃത്തമോ വ്യായാമമോ സംഗീതമോ ഒന്നും പറ്റില്ല എന്ന് വിലക്കാൻ പോകുന്നില്ല. അതിന് കാരണം അറിയാലോ, മിഷൻ 2047, മിഷൻ 2047 എന്നുള്ളത് ചീറ്റിപ്പോയി, ഇനി നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഭരണഘടന നമുക്ക് ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ സംഗീതമോ വ്യായാമമോ നൃത്തമോ ചെയ്യുന്നതിൽ ഒരു പ്രത്യേക വിവാദത്തിൽ എതിർപ്പുണ്ട്, അല്ലെങ്കിൽ അത് കുഴപ്പമുണ്ടോ എന്ന് അവരോട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ പ്രശ്നമാണ്, അവർക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവർക്ക് കർശനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൽ അവരുടെ മതപാഠശാലയിൽ അത് ചെയ്യുന്നത് അവർക്ക് വിലക്കാം. പക്ഷെ അത് സെക്യുലറായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വിദ്യാലയങ്ങളിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കും, അത് അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ സ്ത്രീ സംഘടനകളും ഈ ആനമണ്ടത്തരങ്ങളൊക്കെ പറയാതിരിക്കാനായിട്ടുള്ള ഒരു ബോധം അവർ കാണിക്കണം എന്നാണ് നമുക്കിതിൽ ഈ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ ഈ സൂംബ ഡാൻസിനെ ആഭാസത്തരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു, അതായത് നേരത്തെ പറഞ്ഞല്ലോ, ആധുനിക ചിന്തകൻ എന്നൊക്കെ പറയുന്ന പരിവേഷങ്ങളില്ലാതെ ഉള്ള മതപണ്ഡിതന്മാരുണ്ട്. അവർ ഇതിനെ പരസ്യമായി പറയുന്നത് ആഭാസ പ്രവൃത്തിയാണ്. അതായത് ഇറുകിയ വസ്ത്രങ്ങളും മറ്റും ധരിച്ച് ആണും പെണ്ണും ഇടകലർന്ന് ഇടകലർന്ന് നൃത്തം ചെയ്യുന്ന DJ പാർട്ടി പോലെയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്പോർട്സ് മന്ത്രി അബ്ദുൾ റഹീമാൻ ഒരു സൂംബയുടെ റീൽസ് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു റീൽസിൻ്റെ ഇത് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ സൂംബയുടെ റീൽസ്, അപ്പോൾ അത് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് DJ പാർട്ടി പോലെ തോന്നി എന്നൊക്കെയാണ് ഒരു പറഞ്ഞ. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണെന്ന് ഓർക്കണം. അധ്യാപകനാണ് പറയുന്നത് ഇത്തരം പിന്നോട്ടടിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. അല്പവസ്ത്രം ധരിച്ച് അദ്ദേഹം പറയും, ഞാൻ സൂംബ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അല്പവസ്ത്രം ധരിച്ച് ആണും പെണ്ണും ഇടകലർന്ന് ചെയ്യുന്ന ഒരു വ്യായാമ മുറ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിലാക്കലിൽ
കാര്യമായ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവർ അതിനനുസരിച്ചിട്ടുള്ള വ്യായാമത്തിനനുസരിച്ച് ഉതകുന്ന വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത്. ചില വിദ്യാലയങ്ങൾ യൂണിഫോം ധരിച്ച് തന്നെ അവരുടെ യൂണിഫോം ഇപ്പോൾ PT മറ്റുള്ള ദിവസങ്ങൾ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രാക്സ് യൂണിഫോമിൻ്റെ തന്നെ ട്രാക്സ് ഉള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ അത്തരം ദിവസങ്ങളിലായിരിക്കും അവർ ചെയ്യുന്നത്. ഇപ്പോൾ ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അത് ഏതൊരു പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രസ് കോഡ് വേണമെങ്കിൽ അവിടെ അത് നിർദ്ദേശിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ആ സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങൾക്കുണ്ട്. അത് ഈ മണ്ടന്മാരാദ്യം മനസ്സിലാക്കണം. പിന്നെ ആൺകുട്ടികൾ, ഇവർ ഈ പറയുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നിട്ടുള്ള ഇവിടെയാണ് ഇവർ പറയുന്ന മെയിൻ പ്രശ്നം. ഇതാണ് ഇവരുടെ മെയിൻ പ്രശ്നം. അപ്പം ഇത് നടപ്പിലാക്കാൻ ഇവരിത് മുൻപ് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ് ഇത്, ഈ ഒരു തരത്തിലുള്ള ചിന്ത. അപ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും ഇടകലർന്നിട്ടുള്ള പഠന രീതിയോ അല്ലെങ്കിൽ വ്യായാമ മുറയോ ഇനി അതൊന്നുമല്ല പ്ലെയിൻ സൗഹൃദമാണെങ്കിലും അതിനോട് അത് കണ്ട് നമ്മൾ ഹാലിളകേണ്ട ആവശ്യമില്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. പുരുഷൻ, സ്ത്രീ അല്ലെങ്കിൽ ഇനി മൂന്നാമതൊരു ലിംഗം, ഇവരൊന്നും നമ്മൾ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. എന്തായാലും അവരെല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർ ഇടകലർന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്നത് തന്നെയാണ് ഒരു സമൂഹം, ഒരു ഹെൽത്തി ആയിട്ടുള്ള സമൂഹം പ്രവർത്തിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ അപരവത്കരണം, സ്ത്രീകൾക്ക് പ്രത്യേകം ആണുങ്ങൾക്ക് പ്രത്യേകം, നമുക്ക് ശരിയാണ് ബാത്റൂമുകളും മറ്റും നമ്മൾ അങ്ങനെ തന്നെ സജ്ജീകരിക്കണം. അതല്ലാതെ ഉള്ള കാര്യങ്ങൾ ഇടകലന്തൽ എന്താണ് തെറ്റ് എന്നുള്ള ചോദ്യത്തിൽ ഇവർക്കതിന് കൃത്യമായ ഉത്തരങ്ങളില്ല. അവിഹിത ബന്ധങ്ങൾ പടർന്നു വരുന്നു എന്നൊക്കെയാണ്. ഇതൊന്നും മുൻപില്ലാത്തതുപോലെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു കൃത്യമായിട്ടുള്ള ഉത്തരം ഇതിന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലാണ്, 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. അതല്ലാതെ 19-ാം നൂറ്റാണ്ടിലോ ഏതെങ്കിലും പ്രാകൃത മധ്യ കാലഘട്ടത്തിലോ അല്ല. ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായ മറുപടിയാണ് ഇവർക്കുള്ള. അതായത് നമ്മുടെ പൂർവികർ ഇത്തരത്തിലുള്ള ചിന്താഗതി കൊണ്ട് നടന്നവരാണ്. അതിൽ നിന്നൊക്കെ റിഫൈൻഡ് ആയിട്ട് നമ്മളത് ഉന്നത ശാസ്ത്രീയ സാമൂഹിക ചിന്താഗതിയുള്ള മനുഷ്യരായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഭരണഘടനയാണ്. എങ്ങനെയാണ് നമ്മൾ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു ഫ്രറ്റേണിറ്റി ആയിട്ട് നിലനിൽക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനുള്ള കൃത്യമായ ഗൈഡ് ലൈൻസ് ഭരണഘടനയാണ് തരുന്നത്. അല്ലാതെ ഒരു മതപുസ്തകമോ അല്ല. ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെ ഒരു മതപുസ്തകത്തിൽ നിന്നല്ല അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഭരണഘടന വിലക്കിയിട്ടില്ലാത്ത കാര്യത്തിനെ പറ്റിയാണ് ഇവരുടെ ആശങ്ക. ആണും പെണ്ണും ഇറുകിയ വസ്ത്രം ധരിക്കുന്നു, ഒന്നിച്ചിടപഴകുന്നു, ഇതൊക്കെ നമ്മൾ ചവറ്റുകുട്ടയിൽ ഇടേണ്ട കാര്യമാണ്. ഇവരെ ഇങ്ങനെയുള്ള മണ്ടന്മാരെ നമ്മൾ മുഖ്യധാര ചർച്ചയിലോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ ഇവരുടെ തീവ്ര ആശയങ്ങൾ അങ്ങേയറ്റം വിമർശനാത്മകരമാണ്. ഇത് പുരോഗമനത്തിനെ എതിർക്കുന്നതാണ്. ഇത് നമ്മളെ പ്രാകൃത കാലഘട്ടത്തിലേക്ക് വലിച്ചഴിക്കുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാലയങ്ങളിൽ പൂർണ്ണമായും വിദ്യാലയങ്ങളിൽ വരുന്ന സൂംബയെ നമ്മൾ പിന്തുണയ്ക്കണം, മാതാപിതാക്കൾ പിന്തുണയ്ക്കണം, കുട്ടികളെ അതിനെ പ്രോത്സാഹിപ്പിക്കണം. കാരണം നല്ലൊരു ഭാവി ആ കുട്ടികൾക്ക് ഉണ്ടാക്കാൻ ഇത് സഹായമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മാനസിക ഉല്ലാസം വർദ്ധിക്കുമ്പോൾ, ശാരീരികമായ ക്ഷമത, ആരോഗ്യം ഇതെല്ലാം വർദ്ധിക്കുമ്പോൾ ആളുകളുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ഗ്രേസ്ഫുള്ളായിട്ട് ഇടകലരാനുള്ള അവരത് പഠിക്കുമ്പോൾ അതൊക്കെ പഠിപ്പിക്കും. അതെല്ലാം ആർജിക്കാൻ കഴിയും സൂംബ പരിശീലനത്തിലൂടെ. കൂട്ടമായിട്ടുള്ള ഒരു വ്യായാമ രീതിയാണിത്. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് പരസ്പര സഹകരണം ഇതെല്ലാം തന്നെ ഷൈ ആയിട്ടുള്ള കുട്ടികളൊക്കെ മുന്നോട്ട് വരാനുള്ള, അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള ഇതെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യമാണ്. ലഹരിയിൽ നിന്ന് റീറൂട്ട് ചെയ്യാനായിട്ട് പണ്ട് മുതൽക്കേ പല കാര്യങ്ങളുണ്ട്. കലയിലോട്ട് നമുക്ക് തിരിച്ചുവിടാം, അവരെ കായികപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് തിരിച്ചുവിടാം, സ്പിരിച്വാലിറ്റി, മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങളിലോട്ട് തിരിച്ചുവിടാം. അതിൽ മറ്റൊന്നാണ് ഈ സൂംബ എന്ന് പറയുന്നത്. അത് നമ്മൾ ആധുനിക കാലഘട്ടത്തിൻ്റെ ഒരു ഇതാണ്. നമ്മളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കേണ്ടതാണ്. വളരെ പ്രാകൃതമായിട്ടുള്ള ഈ ചിന്തകൾ കുട്ടികളിലോട്ട് കുത്തിവെക്കുന്നത് അത്ര നല്ലതല്ല. ഇപ്പം ഇങ്ങനെയുള്ളൊരു കാലത്ത് നേരത്തെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞതുപോലെ നമ്മൾ 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് വന്ന് നിൽക്കുന്ന നമ്മളോട് നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത് എന്നുള്ളതാണ് നമ്മുടെ അപേക്ഷ. കഥകളി മണ്ടന്മാരെയും ഇതുപോലെയുള്ള ഇങ്ങനത്തെ പ്രാകൃതമായ കാര്യങ്ങൾ പറയുന്ന ഇങ്ങനെയുള്ളവരെ ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദം കാരണം ഇനി ഒരു പിൻവലിക്കൽ കേരള സർക്കാരിൽ നിന്നുണ്ടാവരുത് എന്നുള്ളതാണ് അപേക്ഷ. വി ശിവൻകുട്ടിയോടും ആർ ബിന്ദുവിനോടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഈ ഒരു നിലപാടുമായിട്ട് ധൈര്യസമേതം മുന്നോട്ട് പോകണം. നിങ്ങളോടൊപ്പമുള്ള മതസമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ നിലപാടിൽ വെള്ളം ചേർക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതിന് നിങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.